കഴിഞ്ഞ ക്ലാസ്സിൽ സരളി വരിശകൾ 3, 4, 5, 6 എപ്രകാരമാണ് വായിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു 7, 8, 9, 10 വരിശകൾ, സരളി വരിശകൾ എങ്ങനെയാണ് ശരിയായ ഫിംഗറിങ്ങിൽ വായിക്കുന്നത് എന്ന് നോക്കാം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മുടെ ഫിംഗറിങ്, വിരലുകൾ വയ്ക്കേണ്ട ചില ക്രമമുണ്ട്, ചിട്ടയുണ്ട്. അത് ശരിയായി വായിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള സംഗീതം നമുക്ക് വയലിനകത്ത് വായിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ആദ്യമായി പഠിക്കുന്ന കുട്ടികൾക്ക് ചില സംശയങ്ങൾ വരാം. 1-ാം കാലം 4 കാലം വായിച്ചതിന് ശേഷമാണോ സരളി വരിശകളിലേക്ക് പോകേണ്ടത് എന്ന്. അതായത് നമുക്ക് 1, 2, 3 കാലങ്ങൾ സപ്തസ്വരങ്ങൾ പഠിച്ചതിന് ശേഷം സരളി വരിശകൾ ആദ്യത്തെ ഒരെണ്ണത്തിലേക്ക് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ സപ്തസ്വരങ്ങൾ നമ്മൾ 3, 4 കാലങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ആക്കിക്കൊണ്ടിരിക്കണം. 1-ാം കാലം എന്ന് പറയുന്നത് സരി, ആ സ്പീഡിലാണ് നമ്മൾ വായിക്കുന്നത്. 2-ാം കാലം സരി ഗമ, 3-ാം കാലം സരി ഗമ. ഈ സ്പീഡ് നമുക്ക് സപ്തസ്വരങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സരളി വരിശ 1-ാമത്തത് പഠിക്കാം. അതും ഇതുപോലെ 3 കാലം വായിച്ച് റെഡിയായി കഴിഞ്ഞാൽ സരളി വരിശ 2-ാമത്തത് പഠിക്കാം. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് സപ്തസ്വരങ്ങളിൽ സരിഗമ സരിഗമ പധനിസ, ആ സ്പീഡ് കൂടി സപ്തസ്വരങ്ങളിൽ വരുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. 3 കാലത്തിൽ സരളി വരിശകൾ പഠിച്ചു പോകാം. പിന്നീട് പതുക്കെ 4-ാം കാലം വായിച്ച് പഠിക്കാം. 7-ാമത്തെ സരളി വരിശ എന്ന് പറയുന്നത് സരിഗമ പമഗരി സരിഗമ പധനിസ എന്നാണ്. അതുപോലെ തന്നെ സനിതപ്പ മപ്പധനി സനിതപ്പ മകരിസ. അതായത് ആരോഹണത്തിൽ എങ്ങനെ വരുന്നു അതുപോലെ തന്നെ അവരോഹണത്തിൽ വരും. സരി സരി സരിഗമ എന്ന ആരോഹണത്തിൽ വന്നപ്പോൾ സനി സനി സനിതപ്പ എന്ന് വന്നു. അതുപോലെ തന്നെ സരിഗമ പായിൽ പോയിട്ട് സ്വരം തിരിച്ചു വരികയാണ്. അതായത് സ രി ഗ മ പ 5 അക്ഷരം പോയിട്ട് തിരിച്ചു വന്നു. സരിഗമ പമഗരി സരിഗമ പധനിസ. ഇനി അതുപോലെ തന്നെ അവരോഹണത്തിലും സ നി ധ പ മ പോയിട്ട് തിരിച്ചു വരുന്നു. അതാണ് സനിതപ്പ മ പ ധനി സനിതപ്പ മകരിസ. എല്ലാ സരളി വരിശകളും ഇങ്ങനെയാണ്. ആരോഹണത്തിൽ എങ്ങനെ വരുന്നു അതുപോലെ തന്നെ അവരോഹണത്തിലും വരും. 7-ാമത്തെ സരളി വരിശയായ സരിഗമ പമഗരി എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. അതായത് സ രി ഗ മ പ മ തിരിച്ചു വന്നപ്പോൾ 2 വിരലുകൾ വയ്ക്കണം. അതായത് പ മ എന്ന് വായിക്കുമ്പോൾ 2 വിരലുകൾ ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുവാൻ ശ്രമിക്കണം. 1-ാം കാലം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ രി തിരിച്ച് സനി ധപ്പ മ പ ധ നി. ഇനി അതിൻ്റെ 2-ാം കാലം വരുമ്പോൾ രണ്ടാം കാലത്തിലും മാ വായിക്കുമ്പോൾ രണ്ട് വിരലുകൾ ഒരുമിച്ചാണ് വയ്ക്കുന്നത്.
മ രണ്ട് വിരലുകൾ, മാ പ മാ വയ്ക്കുമ്പോൾ ഈ രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് നമുക്ക് ഇനിയുള്ള പഠിത്തത്തിലൊക്കെ ആവശ്യമാണ്. ഇനി ഇതിൻ്റെ അടുത്ത സ്പീഡ് വായിക്കാം. കണ്ടോ? ഇനി ഇതിൻ്റെ അടുത്ത സ്പീഡ് എങ്ങനെയാണ്? ഇതിൽ 3 കാലം എന്തായാലും വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വരിസ പഠിക്കുക. പിന്നീട് പതിയെ പതിയെ ആദ്യം മുതൽ 4-ാം കാലം സ്പീഡാക്കി എടുക്കണം. ഇനി അടുത്ത വരിസ സരിഗമ പാമ ധാപ്പ എന്നാണ്. അപ്പോൾ ആരോഹണം എന്ന് പറയുന്നത് സരിഗമ പ മ ധ പ, പിന്നെ സരിഗമ പദനിസ. ഇനി ആരോഹണത്തിൽ വന്നതുപോലെ സനിധ പ, പിന്നീട് മ പ ഗ മ എന്ന് വരും. അതായത് പ മ ധ പ എന്നുള്ള ഭാഗത്തിൽ അവരോഹണത്തിൽ വരുമ്പോൾ മ പ ഗ മ. ഒന്നുകൂടെ വായിക്കാം. ഈ ഗായുടെ വിരൽ അടുത്തത് വായിക്കാനായിട്ട് റെഡിയായി നിൽക്കണം. ഈ ഗായുടെ വിരൽ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ 2-ാം കാലം സരിഗമ പമ. ഇവിടെ 2 വിരലുകൾ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി സനിധ പ മ പ ഗ മ. രണ്ട് പേരിലും കൂടെ ഒന്നാമത്തെ കമ്പിയിലോട്ട് വെച്ചിട്ട് ഇനി ഇതിൻ്റെ 3-ാം കാലം സരി സരിഗമ പ
ഇങ്ങനെ വളരെ ക്ലിയറായിട്ടുള്ള ഫിംഗറിങ് ആയിരിക്കണം. നമ്മൾ ഒരുപാട് വിരലുകൾ പൊക്കുകയും താക്കുകയും ഒന്നും വേണ്ട. ഇങ്ങനെയൊക്കെ വായിക്കാം. ഇങ്ങനെ ക്രമമല്ലാത്ത രീതിയിലൊക്കെ വിരലുകൾ വെച്ച് വായിച്ചാൽ ഭാവിയിൽ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് വളരെ നല്ല രീതിയിൽ ഫിംഗറിങ് പഠിച്ചെടുക്കുക. കണ്ടോ, 2 വിരലാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അടുത്ത സ്പീഡ് ഇനി അടുത്ത വരിച്ച സരിഗമ രിഗമപ്പ സരിഗമ പദനിസ എന്നാണ്. അതായത് സായിൽ നിന്നും 4 അക്ഷരം മുകളിലേക്ക് സ രി ഗ മ. ഇനി അതുപോലെ തന്നെ റിയിൽ നിന്ന് 4 അക്ഷരം മുകളിലേക്ക്. അപ്പോൾ രി ഗ മ പ. അപ്പോൾ സരിഗമ രിഗമ പ. സായിൽ നിന്ന് 4 അക്ഷരം സ രി ഗ മ. റിയിൽ നിന്ന് രി ഗ മ പ. പിന്നെ സരിഗമ പദനിസ. ഇതേപോലെ തന്നെയാണ് അവരോഹണത്തിലും വരിക. അവരോഹണത്തിൽ സ നി ധ പ. പിന്നെ നീയിൽ നിന്ന് 4 അക്ഷരം നി ധ പ മ സനി ധ പ മ ഗ രി സ. എങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം. ഇത്രയേ ഉള്ളൂ. അതായത് നേരത്തെ ഉള്ള പാഠങ്ങൾ വളരെ ക്ലിയറായിട്ട് പഠിച്ചു വന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും. തിരിച്ച് അടുത്ത കാലം അടുത്ത കാലം ഇതിൻ്റെ 4ാം കാലം. ഇനി അടുത്ത വരിച്ച മകരിസ പമകരി സരിഗമ പദനിസ. അതായത് ഈ സരിഗമ രിഗമപ്പയെ തിരിച്ചു വായിക്കുകയാണ്. സരിഗമയെ തിരിച്ചു വായിച്ചപ്പോൾ മകരിസ, രിഗമപ്പയെ തിരിച്ചു വായിച്ചപ്പോൾ പമകരി സരിഗമ പദനിസ.
അതുപോലെ തന്നെ സനിതപ്പ നിതപ്പമ്മ. അപ്പോൾ സനിതപ്പ തിരിച്ചിട്ടപ്പോൾ പധനിസ. നിതപ്പമ്മ തിരിച്ചു വായിച്ചപ്പോൾ ഇനി സനിതപ്പമ്മ വഹിച്ച. ഇതിൻ്റെ അടുത്ത സ്പീഡ്. അടുത്ത സ്പീഡ്. മാ വയ്ക്കുമ്പോൾ രണ്ട് വിരൽ ഒരുമിച്ച് വെച്ചാൽ മതി.